നമ്മൾ വെള്ളയും വെള്ളം ഇട്ടല്ല വരിക. അതിൻ്റെ അർത്ഥം വെള്ളയും വെള്ളം അവരും ഉണ്ടാകും. ഞാൻ പറഞ്ഞ ഈസായും മഹദിയും വരുമ്പോൾ ഏറ്റവും കൂടെ സഹായിക്കുന്നൊരു ജനത ഹിന്ദുക്കളാണ് എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ എന്നെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തലേ കയറുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് സത്യം, 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അപ്പം ഈ വേദങ്ങൾ ഇത് 5000 കൊല്ലം മുമ്പ് ഈ വേദശകലങ്ങൾ പടച്ചതമ്പുരാനെ ഒരു വിഭാഗത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇന്ന് നമ്മൾ കാണുന്നതാണ്. 1000കണക്കായ കൊല്ലങ്ങളിൽ ഒരിക്കലും കാണാത്തതാണ് ഇപ്പോൾ ഇതിൽ വെളിവായി കാണുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ശ്ലോകങ്ങൾ ഇങ്ങനെ വായിക്കും. അപ്പം നിങ്ങൾക്കത് വെളിച്ചം തീരുമോ? സത്യമല്ലേ, ശരിയല്ലേ. എന്നാൽ ഒരു ജനതക്കത് ശരിയല്ല എന്നാൽ വിശ്വാസം കൊണ്ട് ആ വേദം സംരക്ഷിച്ചതാണ്. അവരെ കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല. ഇന്ന് നമ്മളത് കണ്ണിൻ്റെ മുന്നിൽ കാണാം. ഭാഗവതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതത്തിലെ വനപർവം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മാർക്കണ്ഡേയ പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. വിഷ്ണു പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. അപ്പം ആ ജനത ആ വചനങ്ങൾ സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ മുൻഗാമികൾ ഹദീസുകൾ സംരക്ഷിച്ച പോലെ തന്നെയാണ്. അതവർ കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു ജനതയിൽ അങ്ങനെ വരും. അപ്പം ഇന്ന് നമ്മൾ ഇതിങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ണിന് മുന്നിൽ കാണും. അപ്പം ഇവിടെ പിശാച് കളിക്കുന്ന 3ാമത്തെ കളി നമ്മൾ മനസ്സിലാക്കണം. എന്താ പിശാച് കളിക്കുന്നത്? ഈ 2 വിഭാഗങ്ങളെയും ഇടയിൽ അകറ്റുമ്പോൾ പിന്നെ വേദവും പഠനവും അവിടെ ഉണ്ടാവില്ല. വാളും കത്തിയുമാണ് പിന്നെ അവിടുത്തെ വിഷയം. നമ്മളെ പണ്ഡിതന്മാരും അവരുടെ പണ്ഡിതന്മാരും കൂടെ ഇരിക്കുക. അവരുടെ പണ്ഡിതന്മാരിൽ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാരുണ്ട്. ഹിന്ദു പണ്ഡിതന്മാർ അഗാധ ജ്ഞാനം, ചെറിയ വിവരമൊന്നുമല്ല, അഗാധ ജ്ഞാനം. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മളെ കൂട്ടത്തിലും ഉണ്ട്. ഏതൊരു ജ്ഞാനിയുടെ മുകളിലും മറ്റൊരു ജ്ഞാനി ഉണ്ടാവും. അഗാധ ജ്ഞാനം. ചിന്തിക്കും. ഈ അടുത്ത കാലത്ത് കൽക്കിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കൽക്കി നബിയാണ് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു, കൽക്കി നബിയാണ്. പക്ഷേ അതേസമയത്ത് ഈ പിൽക്കാലഘട്ടത്തിൽ വന്ന പഠനങ്ങൾ, ഞാനും തന്നെ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൽക്കി നബി അല്ല എന്ന് ബോധ്യപ്പെട്ടു. കൽക്കി ആവാൻ തരമുള്ള ഒരേ ഒരാൾ മഹദിയാണ്. ഈ ഭാഷ കൽക്കിയെയും മഹദിയെയും ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയ ഹൈന്ദവ പണ്ഡിറ്റുകളുണ്ട്, അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ. മനസ്സിലാവേണ്ട പറഞ്ഞത് കൽക്കി അത് ഏകദേശം, അത് എൻ്റെ വീക്ഷണ പ്രകാരം കൽക്കി എൻ്റെ വീക്ഷണ പ്രകാരം കൽക്കി മഹദിയാവാനേ തരമുള്ളൂ. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് കൽക്കി. ഞാൻ പിന്നീട് ഒരിക്കൽ ഈ റമദാനിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനൊന്നും സമയം കിട്ടൂല. കാരണം റമദാനോട് അവസാനിക്കാൻ പോവാണ്. ഇന്നത്ര 24 അപ്പം ഇനി അതൊന്നും പറയാൻ നേരല്ല. പിന്നെ ഒരുപക്ഷെ അടുത്ത റമദാനെ മറ്റും പറയാം. അല്ലാഹു സഹായിച്ചാൽ, അല്ലാഹു സഹായിക്കട്ടെ. വളരെ വലിയ പഠനം. കാരണം കൽക്കിയിലേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് വരാൻ കഴിയില്ല. കൽക്കിയുടെ ഗ്രാമം വരെ കൃത്യമാക്കിയിട്ടുണ്ട് വേദങ്ങൾ, ഹൈന്ദവ വേദങ്ങൾ. ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയതും തമ്മിൽ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഒരു സാമ്യതയും വരുന്നുണ്ട്. അതായത് ആദ്യകാലം ഞാൻ വിചാരിച്ചത് മഹദി മദീനക്കാരനാണെന്ന്. പക്ഷെ മഹദി അസ്ലിയുൽ മദീനയാണ്, മദീനയാണ്. പക്ഷെ മദീനക്കാരൻ അല്ല. അപ്പോൾ ഹിമാലയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹിമാലയ കറക്റ്റാണ് ആ പറയുന്നത്. എന്തുകൊണ്ട്? ഹിമാലയത്തിൻ്റെ ഒരു സൈഡാണ് അഫ്ഗാന്,
നമ്മൾ കണക്കാക്കുന്ന മഹദിക്ക് മിക്കവാറും അത് അഫ്ഗാനുമായി വലിയ ബന്ധവുമുണ്ട്. അപ്പം ഈ രണ്ടാളും ഒരാൾ തന്നെയായിരിക്കും, സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ആൾ പുറം നാട്ടിലേക്ക് പോകാത്തവരും പുറം നാട്ടുകാർ അങ്ങോട്ട് വരാത്തവരുമായ ഒരു ഗ്രാമമാണ് കൽക്കിയുടെ ഗ്രാമം എന്ന് വേദങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രാമമാവാനേ ഇത് തരവുമുള്ളൂ. ഞാൻ നിങ്ങളോട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഒരു വണ്ടി വന്നാൽ അതിൽ നിന്ന് തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഗ്രാമങ്ങൾ അഫ്ഗാനിലുണ്ട്. അവരെന്ത് ചെയ്യും? അവർ സൂക്ഷിച്ചു വെച്ച മൃഗത്തിൻ്റെ തോലുകളും മറ്റും കൊടുത്തേക്കും. അതിന് അവർ പണം കൊടുക്കുമ്പോൾ ആ പണം കൊണ്ട് ഇത് വാങ്ങും. അവരുടെ കയ്യിൽ പണം ഇല്ല. ഇപ്പോഴും അവരങ്ങനെ ജീവിക്കുന്നത്. മഞ്ഞുമലകൾ മൂടിയ പ്രദേശത്തിൻ്റെ നടുവിൽ മഞ്ഞിനടിയിൽ വസിക്കാൻ കഴിയുന്ന ചില പ്രത്യേക കരുത്താണ് അവർക്കുള്ളത്. ചില പ്രത്യേക ജീവികളെ അവർ വളർത്തും. സ്കൂളും മദ്രസയും ഒന്നുമില്ല, അതുകൊണ്ട് ആരും വരെ നാശാക്കാനുമില്ല. സിന്ദാബാദ് ഇവിടെ ഇല്ല, ട്രേഡ് യൂണിയനുകളില്ല, ഒന്നുമില്ല, പൈസയില്ല. ഇന്ന് ജീവിക്കാം. ഇങ്ങനൊരു ഗ്രാമം, ലോകാവസാനത്തിൽ ഇങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ച് ഹിന്ദു വേദങ്ങൾ പറയുന്നുണ്ട്. ഇനിയും പഠനം നടക്കണം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ തള്ളിക്കളയരുത്. ഓമ്പ ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല. നമുക്ക് ശരിയുള്ള ആളുകളില്ല, ഒക്കെ ശരിയില്ലാത്തവരാണ്. അവരും ശരിയില്ല, അവരും ശരിയില്ല, ക്രിസ്ത്യാനി ശരിയില്ല, ഹിന്ദു ശരിയില്ല, ബുദ്ധൻ ശരിയില്ല, മറ്റവൻ ശരിയില്ല, മറ്റവൻ ശരിയില്ല. അവരൊക്കെ ഇവിടെ ലോകാവസാനം വരെ നിലനിർത്തുന്ന പടച്ചവന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി കലക്കി കൂട്ടിയിട്ട് ഒന്നാക്കിയിട്ട് പടച്ചവനെ എല്ലാവരെയും കൂടി മുസ്ലിമാക്കി മരിപ്പിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ റഹ്മത്തുല്ലിൽ ആലമീൻ ജീവിക്കുമ്പോൾ വരും വളരെ വളരെ ന്യൂനപക്ഷം മാത്രമാണ് നബിയുടെ ആളുകൾ. അപ്പോൾ ലോകാവസാനം വരെ നബിയുടെ ആളുകൾ ന്യൂനപക്ഷം തന്നെയായിരിക്കും. അവർ ഭൂരിപക്ഷവും, അവരിന്ന് ഭൂരിപക്ഷം ഉണ്ടല്ലോ. ആ ഭൂരിപക്ഷത്തിലും രണ്ട് വിഭാഗമുണ്ട്. കെട്ടവര്, നല്ലവര്. നമ്മളിലുമില്ലേ കെട്ടവര് നല്ലവരും? കെട്ടവര് നല്ലവര് എന്നതില്ലാത്തൊരു സൊസൈറ്റി ലോകത്തില്ല. ഏത് ജനതയാണെങ്കിലും അതിൽ കെട്ടവരും ഉണ്ടാവും, കെട്ടവരും ഉണ്ടാവും, നല്ലവരും ഉണ്ടാവും. വല്ലാത്ത മനുഷ്യ സ്നേഹമുള്ള ആളുകളുണ്ടാവും. അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും. മനുഷ്യത്വം. നിങ്ങളെ നന്മയായി പറയുന്നതാണ് എന്ത്? ബന്ധ ദിവസം നിങ്ങൾ ശബരിമലക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു പോകും. ഓക്കെ, നിങ്ങളെ നന്മയായി പറയുന്നതാണ്. തിരിച്ചു പറയും. ആലപ്പുഴയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ഹിന്ദുക്കൾ അവരുടെ വീടുകൾ തുറന്നു കൊടുത്തു. കാസർഗോഡ് സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ഹിന്ദുക്കൾ അവരുടെ വീടുകൾ തുറന്നു കൊടുക്കുകയും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഇതുണ്ടായിട്ടില്ലേ? പറയുമ്പോൾ ഇതുണ്ടായിട്ടുണ്ടോ? ഇല്ലേ? നല്ലവരല്ലേ? പറയ്ക്കുള്ളൂ. ഏത് ജനതയിലുണ്ട് എന്ത് ഏത് മനുഷ്യപ്പറ്റുള്ളവർ ഏത് ജനതയിലുണ്ട്? തിരിച്ചുണ്ട്. ഇപ്പം ബാബാ സുരേഷിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു എന്താ പറയുക